നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കടന്നതോടെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ആദായനികുതി ഇടപാടുകളും. ഇത്തരം ഒരാശങ്കയ്ക്ക് പരിഹാരമായി പാൻ കാർഡുകൾക്ക് ഇനി മുതൽ മെച്ചപ്പെട്ട സുരക്ഷ ഉറപ്പാക്കി QR കോഡ് സംവിധാനം. പാൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകി. സുപ്രധാനമായ ആദായനികുതി തിരിച്ചറിയൽ രേഖയായ പാൻ കാർഡിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് QR കോഡ് സംവിധാനം നടപ്പിലാക്കുന്നത്. 1435 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പാൻ കാർഡുകൾ QR കോഡ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് കാർഡുടമകളിൽ നിന്നും തുക ഈടാക്കുന്നില്ല. പാൻ 2.0 സമ്പൂർണമായും ഓൺലൈനായും പേപ്പർ രഹിതമായും നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മെച്ചപ്പെട്ട നിലവാരത്തിൽ വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു മാറ്റമാണ് പാൻ 2.0 ലക്ഷ്യമിടുന്നത്. നിലവിൽ രാജ്യത്ത് 78 കോടി പാൻ കാർഡുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതിൽ 98% വ്യക്തിഗത കാർഡുകളാണ്. സാമ്പത്തിക ഇടപാടുകൾക്ക് സുപ്രധാനമായ ഈ തിരിച്ചറിയൽ രേഖ കൂടുതൽ സുരക്ഷിതമാക്കുക എന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യത്തിന്റെ സാക്ഷാത്കാരമാണിത്. വെള്ളായണി കായലിലും സമീപ ജലാശയങ്ങളിലും പ്രതിഫലേച്ഛയില്ലാതെ സ്വമേധയാ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവരുന്ന പ്രദേശവാസിയായ ബിനു പുഞ്ചക്കരിയെക്കുറിച്ചാണ് നല്ല വാർത്തയിലിനി. വെള്ളായണി കായൽ തീരത്ത് വിനോദസഞ്ചാരത്തിനെത്തുന്നവരുൾപ്പെടെയുള്ളവർ കായലിലേക്കും സമീപ ജലാശയങ്ങളിലേക്കും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പാഴ്വസ്തുക്കളും പുലർച്ചെ മുതൽ വാരിയെടുത്ത് സംസ്കരണത്തിനായി കൈമാറുകയാണ് പ്രദേശവാസിയായ ബിനു. ശ്രീ ബിനു പുഞ്ചക്കരി നല്ല വാർത്തയോട്. ഞാനിപ്പോൾ 3 വർഷമായി ഈ പുഞ്ചഗിരി വെള്ളായണിക്കായൽ, അതായത് കേരളത്തിലെ 2ാമത്തെ വലിയ ശുദ്ധജല തടാകമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 5 പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന അതിൽ നിന്നാണ്. വിഴിഞ്ഞ തുറമുഖത്തിലേക്ക് ആവശ്യമായ ശുദ്ധജലം ഇവിടെ നിന്നാണ് പോകുന്നത്. പുഞ്ചഗിരി വെള്ളായണിക്കായലിലും പരിസരത്തുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിൽ വരുന്ന വേസ്റ്റുകളും ഒക്കെ പറക്കുന്നതാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അത് 3 വർഷമായി. ഒരു കുഞ്ഞു വള്ളം ഞാൻ ഉണ്ടാക്കിയത് വെച്ചാണ് ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവർ ഒരു വള്ളം എനിക്ക് സമ്മാനമായിട്ട് തന്നു. വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ബിനു പാഴ്വസ്തുക്കൾ കൊണ്ട് സ്വന്തമായി ഉണ്ടാക്കിയ താൽക്കാലിക വഞ്ചിയിലാണ് പുലർച്ചെ മുതൽ കായൽ ശുചീകരണത്തിനിറങ്ങുന്നത്. ഇതിനു പുറമെ ജോലി കഴിഞ്ഞുള്ള സമയവും ബിനു ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുക പതിവാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ ബിനു പുഞ്ചക്കരിയുടെ സേവനങ്ങൾ മാനിച്ച് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്റർ അദ്ദേഹത്തിന് ഫൈബർ ബോട്ട് സമ്മാനിച്ചു. നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ സമ്മാനം. രാജ്യത്തെ കാവുകളുടെ സംരക്ഷണത്തിന് ഇനി സാങ്കേതിക വിദ്യയുടെ സഹായം. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കാവുകളുടെ വിവരങ്ങളടങ്ങിയ മാപ്പ് ജിയോസ്പേഷ്യൽ ടെക്നോളജി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കുന്നതാണ് പദ്ധതി. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും എൻവയോൺമെന്റ് റിസോഴ്സ് റിസർച്ച് സെന്ററും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷനായ സേക്രഡ് ഗ്രോവ്സിന്റെയും ഒരു വെബ് അധിഷ്ഠിത ഡാഷ്ബോർഡിന്റെയും സഹായത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപൂർവങ്ങളായ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയായ കാവുകളുടെ സംരക്ഷണം ആവാസ വ്യവസ്ഥയുടെ മാത്രമല്ല പാരിസ്ഥിതിക സംരക്ഷണത്തിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. അക്ഷരങ്ങൾക്കും ഭാഷയ്ക്കും മാത്രമായി ഒരു മ്യൂസിയം, അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. കോട്ടയം നാട്ടകത്താണ് അക്ഷരം മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. അക്ഷരങ്ങളുടെ ഉൽപ്പത്തി മുതൽ ഇന്നത്തെ രൂപത്തിലേക്ക് എങ്ങനെ മാറി എന്നുവരെ കണ്ടു മനസ്സിലാക്കാൻ ഈ മ്യൂസിയത്തിൽ സാധിക്കും. അക്ഷരങ്ങളുടെ പരിണാമവും ഭാഷാ രൂപീകരണവും തുടങ്ങി മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയ കാലം വരെ ഇവിടെ വിവരിക്കുന്നു. 6000-ഓളം ഭാഷകളിൽ ഡിജിറ്റൽ ശേഖരവും ഇവിടെയുണ്ട്. സഹകരണ വകുപ്പ് 15 കോടി രൂപ ചെലവിലാണ് 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് കോട്ടയം നാട്ടകത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അക്ഷര മ്യൂസിയത്തിനെക്കുറിച്ച് പ്രോജക്ട് അസിസ്റ്റന്റായ ശ്രീ രതീഷ്.
4 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിൻ്റെ 1ാം ഘട്ടമാണ് നിലവിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികളാണ് അക്ഷരം മ്യൂസിയത്തിൻ്റെ 1ാം ഘട്ടത്തിൽ. അക്ഷരം മ്യൂസിയത്തിൻ്റെ മറ്റൊരു കൗതുകമേറിയ ഭാഗം ലോകഭാഷകളെക്കുറിച്ച് അറിവ് നൽകുന്ന ലോകഭാഷാ ഗാലറിയാണ്. ഇവിടെ ലോകത്തുള്ള 6000-ലധികം ഭാഷകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ സംവിധാനവും മ്യൂസിയത്തിലുണ്ട്. അവിടെ മ്യൂസിയം കണ്ടന്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററികളുടെ പ്രദർശനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ അക്ഷരത്തിനും സാഹിത്യത്തിനും സംസ്കാരത്തിനും വേണ്ടി സമർപ്പിക്കപ്പെടുന്ന അക്ഷരം മ്യൂസിയം പോലൊരു സ്ഥാപനം ഇന്ത്യയിലുണ്ടായിട്ടില്ല. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 4 ഗാലറികളായാണ് 1ാം ഘട്ടം ഉള്ളടക്കം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യഭാഷയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ, വാമൊഴി പാരമ്പര്യം, ഗുഹാചിത്രങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങളാണ് 1ാം ഗാലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭാഷകളുടെ പരിണാമ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതാണ് 2ാം ഗാലറി. സാങ്കേതിക വിദ്യയെക്കുറിച്ചും മലയാളം അച്ചടിയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രധാന പുസ്തകങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്നതാണ് 3ാം ഗാലറി. കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദ്രാവിഡ ഭാഷകളെക്കുറിച്ചും കേരളത്തിലെ 36 ഗോത്രഭാഷകളുടെ വീഡിയോ, ഓഡിയോ ഉള്ളടക്കവും മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് മ്യൂസിയത്തിന്റെ 4ാം ഗാലറി. അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് 17,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അക്ഷര മ്യൂസിയത്തിലെ കൗതുകമേറിയ മറ്റൊരു ഭാഗം ലോകഭാഷകളുടെ പ്രദർശനമാണ്. കൂടാതെ ഇന്ത്യൻ ലിപികളുടെ പരിണാമ ചരിത്രം, കാലഘട്ടം തിരിച്ചടയാളപ്പെടുത്തുന്ന അക്ഷരമാല ചാർട്ടുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പതിവ് ടൂറിസം സങ്കല്പത്തിനപ്പുറമായി കോട്ടയത്തെ പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ലെറ്റർ ടൂറിസം സർക്യൂട്ടും അക്ഷര മ്യൂസിയത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ അക്ഷര മ്യൂസിയം ഭാഷാ ചരിത്രത്തെ നേരിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നതും അക്കാദമിക താൽപര്യങ്ങൾക്ക് ഊർജം നൽകുന്നതുമായിരിക്കും. അക്ഷരത്തെയും ചരിത്രത്തെയും സ്നേഹിക്കുന്നവർക്ക് പുതിയ അനുഭവമായിരിക്കും മ്യൂസിയത്തിലെ കാഴ്ചകൾ. വനനശീകരണത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും തിക്തഫലങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നാം ധാരാളം കേൾക്കാറുണ്ട്. വികസനത്തിന് നൽകേണ്ടി വരുന്ന വില, പ്രകൃതിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ള വ്യതിയാനവും വനനശീകരണവും ഒക്കെയാണ്. വികസന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് നശിപ്പിക്കപ്പെടുന്ന വനവിസ്തൃതി പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അത്തരമൊരു വാർത്തയാണ് നല്ല വാർത്തയിലിനി. ബാംഗ്ലൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ ഭാഗമായി വൻതോതിൽ മരങ്ങൾ വെട്ടിനശിപ്പിക്കേണ്ടി വന്നതിന് പരിഹാരമായി ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് 25,720 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വൃക്ഷങ്ങൾ തിരഞ്ഞെടുത്താണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. മുൻപ് 2023 ജൂണിലാണ് ഇത്തരമൊരു പ്രവർത്തനം BMRCL നടത്തിയിരുന്നത്. അന്ന് 25,000-ലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 2 വർഷത്തോളം ഇതിന്റെ പരിപാലനവും BMRCL നടത്തും. വികസനത്തിനായി നശിപ്പിക്കപ്പെടുന്ന വനവിസ്തൃതി ഫലവത്തായ രീതിയിൽ പുനഃസ്ഥാപിക്കാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നടപ്പാക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലങ്ങൾക്ക് കുറവ് വരുത്താൻ ഒരു പരിധിവരെയെങ്കിലും സാധിച്ചേക്കാം. നല്ല വാർത്തകൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കണം. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീവിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.